പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായി നമുക്ക് വായിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാമത്തെ അധ്യായം. 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാമത്തെ അധ്യായം, അതിൻ്റെ 32 മുതൽ ഉള്ള വേദഭാഗങ്ങളാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായം 32 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. ഒരാൾക്ക് ശബ്ദമുയർത്തി ഒന്ന് വായിച്ച് സഹായിക്കാമോ? 1 ശമൂവേൽ, 1 Samuel chapter 17 verses 32 to 40. Verses 32 to 40. Yeah. ദാവീദ് ശൗലിനോട്, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട, അടിയൻ ചെന്ന് ഈ ഫെലിസ്ത്യനോട് അംഗം പൊരുതുവെന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ഈ ഫെലിസ്ത്യനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹം ഒരു കരടിയും വന്ന് കൂട്ടിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ചു, അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അതെൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിൻ്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെയാകും. ദാവീദ് പിന്നെയും സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ശൗൽ ദാവീദിനോട്, ചെല്ലുക, യഹോവ നിന്നോടുകൂടെ ഇരിക്കുമെന്ന് പറഞ്ഞു. ശൗൽ തൻ്റെ പടയങ്കി ദാവീദിനെ ധരിപ്പിച്ച് അവൻ്റെ തലയിൽ താമ്രശിരസ്ത്രം വെച്ചു, തൻ്റെ കവചവും അവനെ ഇടുവിച്ചു. പടയങ്കിമേൽ അവൻ്റെ വാളും കെട്ടി ദാവീദ് നടപ്പാൻ നോക്കി. എന്നാൽ അവന് ശീലമില്ലായിരുന്നു. ദാവീദ് ശൗലിനോട്, ഞാൻ ശീലിച്ചിട്ടില്ലായകയാൽ ഇവ ധരിച്ചുകൊണ്ട് നടപ്പാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞ് അവയെ ഊരിവെച്ചു. പിന്നെ അവൻ തൻ്റെ വടിയെടുത്തു, തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലും തിരഞ്ഞെടുത്ത് ഇടയസഞ്ചിയായ പൊക്കണത്തിലിട്ടു, കയ്യിൽ കവിണയുമായി ഫെലിസ്ത്യനോട് അടുത്തു. വളരെ പരിചിതമായ ഒരു വേദഭാഗമാണല്ലോ നാം ഇവിടെ വായിച്ചത്. ഇതിൽ നിന്ന് നമ്മൾ ധാരാളം ദൈവവചന കേൾവികൾ കേട്ടിട്ടുണ്ട്. സാധാരണ ഒരു പാസ്റ്റർമാർ പോലും ഒരു ദിവസം പോലും ഒരു പ്രസംഗത്തിൽ പോലും വിടാത്ത ഒരു ഭാഗമാണ് ദാവീദും ഗോലിയാത്തിൻ്റെയും അനുഭവങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ദാവീദിനെ പറയാത്തതായ, ദാവീദിൻ്റെ ജീവിതാനുഭവത്തെക്കുറിച്ച് പറയാത്തതായ ഒരു ശുശ്രൂഷകൾ പോലും ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാകത്തില്ല. നമ്മുടെയൊക്കെ കേൾവികളിൽ ധാരാളം എത്തിയിട്ടുള്ള ഒരു ചരിത്രവും ദൈവം ദാവീദിലൂടെ ചെയ്തതായ വലിയൊരു സംഭവമാണ് ദാവീദ് ഗോലിയാത്തിനെ നേരിടുന്നതായ അനുഭവം. ഇതൊക്കെ നിങ്ങൾ ധാരാളം കേട്ടിട്ടുള്ള വസ്തുതകളായതുകൊണ്ട് ഞാൻ ആ പതിവ് ഒരു ശൈലിയിൽ ഈ ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളും ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയും കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഇവിടെ ദാവീദിൻ്റെ ജീവിതത്തിൽ ഗോലിയാത്തിനെ നേരിടാനായിട്ട് താൻ മുന്നോട്ട് ഒരുങ്ങി വന്നപ്പോൾ ദാവീദ് നമ്മുടെ ജീവിതത്തോട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ദാവീദ് തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്ന ചില ആത്മീയ ഉപദേശങ്ങളുണ്ട്. അത് ഈ പകൽക്കാലം കേൾക്കുവാനായിട്ടും അല്ലെങ്കിൽ ആ ഉപദേശത്തെ ഗ്രഹിക്കുവാനായിട്ടും നമ്മുടെ ഹൃദയങ്ങൾ വളരെ താല്പര്യത്തോടെ ആയിരിക്കാം. നമ്മളെല്ലാവരും ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നവരാണ്. ഒന്നല്ലെങ്കിൽ പല നിലകളിലുള്ള പ്രതിസന്ധികൾ നമ്മൾ നേരിടും. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാത്തതായ പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും. ഒരിക്കൽ പോലും മനസ്സിൽ നനയ്ക്കാത്തതായ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ആരും ഒരു പ്രശ്നം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ്, വരട്ടെ എന്ന് പറഞ്ഞ് അതിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാറില്ല. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് സർവ്വസാധാരണമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ജീവിത അനുഭവത്തിൽ അങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുന്നുവെങ്കിൽ അതിനോടുള്ള നമ്മുടെ പ്രതികരണം, അതിനോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഈ ദൈവവചനത്തിലൂടെ ഞാനൊന്ന് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏലാം താഴ്വരയിൽ ദാവീദ് ഗോലിയാത്തിനെ നേരിടുന്ന വലിയൊരു സംഭവമാണ് നാം ഈ വായിക്കപ്പെട്ട വേദഭാഗങ്ങളിലൂടെ നമ്മൾ കണ്ടത്.
ദാവീദിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് തൻ്റെ സ്വപ്നത്തിൽ പോലും താൻ വിചാരിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയുടെ സാഹചര്യത്തിലേക്ക് ദാവീദ് താൻ പോലും അറിയാതെ എത്തപ്പെടുകയാണ്. താൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല ഒരു മല്ലനായ വ്യക്തിയുടെ മുമ്പിൽ വന്ന് പെടണമെന്നും അദ്ദേഹത്തെ കീഴ്പ്പെടുത്തണമെന്നും അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങണമെന്നും ഒന്നും ദാവീദ് ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തിയേ അല്ല. ഞാൻ എൻ്റെ ദൈവിക സന്ദേശം പറയുമ്പോൾ അതിൻ്റെ ആരംഭ ഒരു ചിന്തയായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. പ്രൈസ് ദി ലോർഡ്. സർവൈവൽ അല്ലെങ്കിൽ പ്രതിസന്ധിയിൽ നിന്നുള്ള വിടുതൽ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈമിംഗ്. അത് ദൈവം നിയോഗിക്കുന്ന ഒരു സമയത്തിൻ്റെ പ്രതിഭാസമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകാനായി, പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുവാനായി, കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അത് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ വിടുതൽ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഗോഡ്സ് ടൈം. സർവൈവൽ ഈസ് എ മാറ്റർ ഓഫ് ടൈമിംഗ്, എക്സാക്ട്ലി ദ ടൈമിംഗ് ഓഫ് ഗോഡ്. ഇന്ന് ഈ പകൽക്കാലം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ചിന്ത ഇതാണ്: ഹൗ ഐ ക്യാൻ ബി ഓർ സർവൈവിങ് ഫ്രം ദ ജൈന്റ് ഇൻ യുവർ ലൈഫ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നേരിടാവുന്നതായ മല്ലനെ പോലെ, ഗോലിയാത്തിനെ പോലെ ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെ നമ്മൾ തരണം ചെയ്യും, അതിൽ നിന്ന് രക്ഷപ്പെടും. അതിൽ ഒന്നാമത്തെ കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഇറ്റ് ഈസ് ഓൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഗോഡ്സ് ടൈമിംഗ്. പലപ്പോഴും പല പ്രിയപ്പെട്ടവരും വളരെ കഷ്ടതകളിലൂടെ കടന്നു പോകുന്നവരെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം. വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരെ നമുക്കറിയാം. ഈ പ്രതിസന്ധിയും കഷ്ടതകളൊക്കെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോഴും ഒരു ദൈവവേദനെ സംബന്ധിച്ച് താൻ വിശ്വസിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ഒരുക്കിയിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു വിടുതൽ ഒരുക്കിയിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. നോക്കിക്കേ, നാം ഈ വേദഭാവം വായിക്കുമ്പോൾ ദാവീദ് രാവിലെ തൻ്റെ സഹോദരന്മാർക്ക് കാപ്പി കൊടുക്കാനായി, അല്ലെങ്കിൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായി, അവർക്ക് ആഹാരം കൊടുക്കാനായി, അല്ലെങ്കിൽ അവരുടെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് തൻ്റെ അപ്പൻ ദാവീദിനെ ഈ യുദ്ധഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടതാണ്. വാസ്തവത്തിൽ ഈ ദാവീദിൻ്റെ സഹോദരന്മാരൊന്നും പടയാളികളല്ല, അല്ലെങ്കിൽ ദേ ആർ നോട്ട് ദി ഒഫീഷ്യൽ റിക്രൂട്ടഡ് ആർമി. എന്നാൽ പുരാതന കാലത്തും ഒക്കെ ഉള്ള ഒരു സംവിധാനമാണ്, ഒരു യുദ്ധമുണ്ടായാൽ സ്റ്റാൻഡിങ് പടയാളികളോടൊപ്പം തന്നെ സിവിലിയൻസ് ആയിട്ടുള്ള ആളുകളും എന്ത് ചെയ്യണം, യുദ്ധത്തിനായി ഇറങ്ങണമെന്നുള്ളത് പല അല്ലെങ്കിൽ അന്ന് പ്രധാനപ്പെട്ട ഈ നാട്ടുരാജ്യങ്ങളോട് തമ്മിലുള്ള യുദ്ധങ്ങളിലൊക്കെ ഉള്ള ഒരു വ്യവസ്ഥയാണ്. കാരണം അവർക്ക് മതിയായ പടയാളികളില്ലെങ്കിൽ, പടയാളികളുടെ ഷോർട്ടേജ് ഉണ്ടായാൽ സാധാരണപ്പെട്ട ആളുകൾ എന്ത് ചെയ്യണം, ആയുധം ധരിച്ച് ആയുധമേന്തി യുദ്ധത്തിന് വേണ്ടി പോകണം. അപ്പോൾ യഹൂദ സമൂഹത്തിലും ഇസ്രായേൽ മക്കളുടെ ഇടയിലും മതിയായ പടയാളികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ദാവീദിൻ്റെ സഹോദരങ്ങളെയും എന്ത് ചെയ്തു, ഈ യുദ്ധത്തിന് വേണ്ടി നിയോഗിച്ചവരാണ്. അവർ ഒഫീഷ്യൽ പടയാളികളല്ല എങ്കിൽ കൂടി പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ നിയോഗിക്കപ്പെട്ടവരാണ്. ഈ പറയുന്ന നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാം. നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്തിൽ ധാരാളം സൈനികർ, ധാരാളം പടയാളികൾ, സൈനികർ, അതിനുള്ള സോഴ്സസ് എല്ലാം ഉണ്ട്. എന്നാൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ സൈനികരെല്ലാം മരിച്ചുപോയി, എല്ലാവരും താഴെ വീണെങ്കിൽ പിന്നീട് അടുത്ത ഗവൺമെൻറ് നമ്മളോട് പറയുന്ന ഒരു റിക്വസ്റ്റ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, യുദ്ധത്തിൽ സന്നദ്ധരായി, യുദ്ധത്തിന് തയ്യാറായി ഇറങ്ങണമെന്നുള്ളതാണ് ആസ് പെർ ദി റൂൾ. നമ്മുടെ വീടുകളോ നമ്മുടെ വാഹനങ്ങളോ എല്ലാം നമ്മുടെ ഗവൺമെൻറ്റിന് കൈവശപ്പെടുത്താനായിട്ട്, എടുക്കാനായിട്ട് കഴിയും ഓൺ ദി എമർജൻസി സിറ്റുവേഷൻസ്. അപ്പോൾ ഇവിടെ ഈ സഹോദരന്മാർ യുദ്ധമൊന്നും അറിയാത്തവരാണെങ്കിലും ഈ യുദ്ധത്തിൻ്റെ സാഹചര്യം ഉണ്ടായപ്പോൾ അവർ ആ യുദ്ധകളത്തിൽ പോയിരിക്കുകയാണ്.
അപ്പോൾ ഈ അപ്പൻ ദാവീദ് ഒരു ചെറിയ മകനായതുകൊണ്ട്, ചെറിയ ബാലനായതുകൊണ്ട്, യുദ്ധത്തിന് പോകാനുള്ള യോഗ്യതയൊന്നും അവനില്ലാത്തത് കൊണ്ട്, അതിനുള്ള പ്രായമാകാത്തത് കൊണ്ട്, മാത്രവുമല്ല അവൻ ഈ കാര്യങ്ങൾക്കൊന്നും വളരെ നൈപുണ്യമില്ല എന്ന നിലയിൽ ചിന്തിച്ചത് കൊണ്ട് താൻ വനാന്തരങ്ങളിൽ ആടുകളെ മേയ്ക്കുന്ന ഒരു ജോലി തന്നെ ഏൽപ്പിച്ച് ഇവരുടെ സഹോദരന്മാർ, അല്ലെങ്കിൽ അതിൻ്റെ പോർഷൻ അനുസരിച്ച് തൻ്റെ മറ്റ് മൂത്ത സഹോദരന്മാരെയൊക്കെ എന്ത് ചെയ്തു? യുദ്ധത്തിന് വേണ്ടി അയച്ചു. എന്നാൽ ഒരു പ്രഭാതത്തിൽ ദാവീദ് ഇതൊന്നും ദാവീദ് ഇതൊന്നും മനസ്സിൽ പോലും കാണാതിരിക്കുമ്പോൾ തൻ്റെ അപ്പൻ ഇശായി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ നിൻ്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ചിട്ട് വരിക. പോവല്ലേ, പോകും വിളിച്ചിട്ട് ആഹാരമൊക്കെ കൊണ്ടുപോയി അവർക്കെല്ലാം കൊടുത്തിട്ട് അതൊക്കെ ചെയ്യാനായിട്ട് വളരെ ഉല്ലസിച്ച് പാട്ടൊക്കെ പാടി, താനൊരു പാട്ടുകാരനൊക്കെ ആയതുകൊണ്ട് വളരെ ഉല്ലസിച്ച് വളരെ സാവധാനത്തിൽ തൻ്റെ സഹോദരന്മാരെ കാണാനായിട്ടുള്ള ഉത്സാഹത്തിൽ താനിങ്ങനെ അവരെ കാണാനായിട്ട് പോകുന്ന ഒരു സമയം. പ്രൈസ് ദി ലോർഡ്. താൻ ഒരിക്കലും പോകുന്ന പോക്കിന് ഇന്ന് ഞാൻ ഒരു വലിയ മല്ലൻ്റെ മുമ്പിൽ അകപ്പെടാൻ പോകുന്നുവെന്നും ഒരു പ്രതിസന്ധി എൻ്റെ മേൽ ഉയർന്നു നിൽക്കുമെന്നും ആ പ്രതിസന്ധിയെ ഇസ്രായേൽ മക്കളുടെ മുൻപാകെ, ഇസ്രായേൽ ജനത്തിന് മുമ്പാകെ ഞാൻ നേരിടേണ്ടതായ ഒരു വ്യക്തിയാണെന്ന് ഈ ദാവീദ് തൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ പോലും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ യിശായി തന്നെ വെറും ഒരു മീനിയൽ ജോലിക്ക് വേണ്ടി വിട്ടതാണ്. സാധാരണ പോലെ എഴുന്നേറ്റ് രാവിലെ ഉല്ലസിച്ച് പോകുന്ന ഒരു ദാവീദിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് പോകാം. എന്നാൽ അന്ന് രാത്രി, അന്ന് സന്ധ്യയായപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം മാറി, തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം മാറി, തൻ്റെ എല്ലാ സ്വപ്നങ്ങൾക്കും മാറ്റമുണ്ടായി. താൻ അന്ന് രാത്രിയിൽ ഒരു വിജയശ്രീലാളിതനായി, ഒരു മല്ലനായ ഗോലിയാത്തിനെ തകർത്തിട്ട് അവനെ കൊന്നിട്ട് വരുന്ന ഒരു വലിയ പ്രതിസന്ധിയെ നേരിട്ടിട്ട് അതിനെ പരാജയപ്പെടുത്തിയിട്ട് വരുന്ന ഒരു മകനായി, ഒരു വ്യക്തിയായി താൻ മാറി. അപ്പോൾ ഇവിടെ ദാവീദിൻ്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പാഠം, ഒരു മർമ്മം, നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയോ ഒരു കഷ്ടതയോ വരുന്നത് it is very unexpected. The giant come unexpectedly. ഈ ഒരു മല്ലനായ ഗോലിയാത്തിൻ്റെ കാര്യം ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവത്തിലും പോലും താൻ ചിന്തിച്ചിട്ടില്ല. എന്നാൽ അന്ന് പകൽക്കാലം unexpectedly there was a giant in front of David. ദാവീദിന് മുമ്പിൽ വന്നത് പ്രൈസ് ദി ലോർഡ്, താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായ ഒരു വെല്ലുവിളി. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കണക്കൂട്ടിയിട്ടല്ല നമ്മൾ ചില പ്രതിസന്ധികളിൽ അകപ്പെടുന്നത്. നമ്മൾ വിചാരിച്ചിട്ടല്ല നമ്മൾ ചില കഷ്ടതകളിലൂടെ കടന്നു പോകുന്നത്. ഇറ്റ് ഈസ് വെൽ ടൈംഡ്. അതിൻ്റെ സമയത്ത് പ്രൈസ് ദി ലോർഡ് ദാവീദിനെ സംബന്ധിച്ച് ഒരു ഗോലിയാത്തിനെ നേരിടണമെന്നുള്ളത് ദൈവം നിർണയിച്ചു വച്ചിരുന്നതാണ്. ഇറ്റ് വാസ് എ ടൈം വെൽ കാൽക്കുലേറ്റഡ് ഇൻ ദ പ്ലാൻ ഓഫ് ഗോഡ്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് ഒരു കഷ്ടത വരുമ്പോൾ നമ്മൾ വാടിപ്പോകരുത്, നിരാശ വരുമ്പോൾ നമ്മൾ തളർന്നു പോകരുത്, ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ പിൻപോട്ട് വാങ്ങരുത്. ഇവിടെയെല്ലാം ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇറ്റ് വാസ് വെൽ പ്ലാൻഡ് ആൻഡ് ടൈംഡ് by God. Praise the Lord. ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് ഈ പ്രതിസന്ധി ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നത്. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വസ്തയോടെ നാം കർത്താവിനെ സേവിക്കുമ്പോൾ, വിശ്വസ്തയോടെ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായിട്ടും സാക്ഷികളായിട്ടും നിൽക്കുമ്പോൾ, പലപ്പോഴും നാം പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നമ്മെ ചില കാര്യങ്ങൾ, ചില പാഠങ്ങൾ, ചില വിഷയങ്ങളിലൂടെ കടത്തിക്കൊണ്ട് വിടാനായി ദൈവത്തിൻ്റെ ടൈമിൽ, ദൈവത്തിൻ്റെ പ്ലാനിൽ നമ്മുടെ മേൽ വന്നതാണ് ഈ പ്രതിസന്ധി. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്തേക്ക് പോകുന്ന സമയം, പ്രൈസ് ദി ലോർഡ്, യോർദാൻ നദി കടക്കുന്ന സമയത്ത് കേവലം അവർക്ക് ഒരു യെരിഹോ പട്ടണം അല്ലെങ്കിൽ യോർദാൻ നദി കടന്നിട്ട് അവർക്കൊരു പട്ടണം കീഴടക്കിയാൽ ദ നെക്സ്റ്റ് മൊമെൻറ്റ് കനാൻ ഈസ് ഇൻ ദെയർ ഹാൻഡ്. അവരുടെ കയ്യിൽ കനാൻ ദേശം എത്തുകയാണ്. എന്നാൽ അവിടെ പല സംഭവങ്ങൾ നമുക്കറിയാം. സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ നമ്മളോട് കാണുന്നത്, ഒറ്റുനോക്കാനായിട്ട് 12 പേരെ വിട്ടു, 10 പേര് പറഞ്ഞു അവിടെ മല്ലന്മാരുണ്ട്, അവിടെ അതികായകന്മാരുണ്ട്, അവരെ നമുക്ക് തോൽപ്പിക്കാനായിട്ട് കഴിയുകയില്ല. 2 പേര് പറഞ്ഞു ഇല്ല, നമുക്കവരെ തോൽപ്പിക്കാനായിട്ട് കഴിയും. അപ്പോൾ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി നേരിട്ടത് നിമിത്തമായി, ജീവിതത്തിൽ വലിയ ഒരു പ്രതിസന്ധി അവരുടെ മുന്നിലേക്ക് വന്നപ്പോൾ
അവർ ആ പ്രതിസന്ധിയുടെ മുമ്പിൽ പ്രൈസ് ദി ലോർഡ് അൺഎക്സ്പെക്റ്റഡ്ലി അവർ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ അവർ ഭാരപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു, ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു, മേക്ക് ഇസ്രായേൽ ടു ഹോൾഡ് ഫോർ സം മോർ ടൈം. നീണ്ട 38 വർഷത്തിനു ശേഷം ദൈവത്തിൻ്റെ സമയമായപ്പോൾ ഇതേ യോർദാനിലൂടെ അവർ കടന്നക്കരയ്ക്ക് പോകാനായിട്ട് ഇടയായി തീർന്നു. ഏത് യോർദാന്റെ മുന്നിലാണോ അവർ കേവലം നിസാരം ചില മണിക്കൂറുകൾ കൊണ്ട്, ചില ദിവസങ്ങൾ കൊണ്ട് ഈ കനാൻ ദേശത്തെത്തുവാനായി അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തെ ദൈവം തൻ്റെ സമയത്തിന് വേണ്ടി ക്രമീകരിച്ചു. So everything that comes in our life is well timed. It may be unexpected as we think, but it is not unexpected. It was well planned and timed by God. ദൈവത്താൽ സകലതും നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ, അയ്യോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രതിസന്ധികൾ കടന്നു വന്നല്ലോ, ഇങ്ങനെ നിരാശകൾ കടന്നു വന്നല്ലോ, ഇങ്ങനെ കഷ്ടതകൾ കടന്നു വന്നല്ലോ എന്നോർത്ത് നമ്മൾ ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്. മറിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രത്യാശിക്കാൻ കഴിയേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. എൻ്റെ ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. എൻ്റെ ദൈവത്തിന് നിർണയമാണ് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകണമെന്നുള്ളത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളോ കഷ്ടതകളോ കടന്നു വരുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇത് ദൈവത്തിൻ്റെ നിർണയത്തിലുള്ള കാലഘട്ടമാണ്. വേദപുസ്തകത്തിൽ പരിശോധിച്ച് നോക്കിയാൽ അനവധി ആളുകളെ നമുക്ക് ആ തരത്തിൽ കാണാനായിട്ട് കഴിയും. ഉദാഹരണം പറഞ്ഞാൽ ദാനിയേൽ സിംഹക്കുഴിയിലേക്ക് വീഴുമ്പോൾ ദാനിയേൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, രാജാവിൻ്റെ കൊട്ടാരത്തിൽ സുഖമായ ഉത്തരവാദിത്വം, നല്ല ജോലി, നല്ല ക്രമീകരണങ്ങൾ, എൻ്റെ മറ്റ് പ്രിയപ്പെട്ടവർക്ക് ലഭിക്കാത്തതായ ഉന്നതമായ തലത്തിൽ ജീവിക്കേണ്ട സാഹചര്യം, രാജാവിൻ്റെ ഇഷ്ടക്കാരനായി, രാജാവിന് പ്രിയപ്പെട്ടവനായി ജീവിക്കാൻ പറ്റിയ നല്ല സമയം, പ്രവാസത്തിലാണ് ജീവിക്കുന്നതെങ്കിലും നല്ല സുഖ സൗകര്യത്തിൽ വാഴ്ന്നുകൊണ്ടിരിക്കുന്ന ദാനിയേലിൻ്റെ ജീവിതം ദാനിയേൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു സുപ്രഭാതത്തിൽ തന്നെ കൊണ്ടുവന്ന് സിംഹത്തിൻ്റെ കുഴിയിൽ കൊണ്ട്, സിംഹത്തിൻ്റെ ഗുഹയിൽ കൊണ്ട് തന്നെ തള്ളിയിടുമെന്ന്. എന്നാൽ സിംഹത്തിൻ്റെ കുഴിയിൽ വീഴണമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനിലുള്ള പദ്ധതിയായിരുന്നു. ദൈവത്തിൻ്റെ പ്ലാനിലുള്ള ഒരു വിചാരമായിരുന്നു ദാനിയേലിനെ ഒരു സിംഹക്കുഴിയുടെ എക്സ്പീരിയൻസിലൂടെ ഒന്ന് കൊണ്ടുപോകണം. ആ സിംഹക്കുഴിയാണ് ദാനിയേലിൻ്റെ ജീവിതത്തിലും ബാബിലോണിയ ചരിത്രത്തിലും ഇസ്രായേലിൻ്റെ മുന്നോട്ടുള്ള ചരിത്രത്തിൽ പോലും അതിന് നിർണായകമായ സ്വാധീനം ചെലുത്തുവാനായിട്ട് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിക്കും അകാരണമായി ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയില്ല. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ചില പ്ലാനുകളുണ്ട്. ഇറ്റ് മേ ബി ഫോർ എ ലെസൺ ഓർ ഇറ്റ് മേ ബി ഫോർ മാനിഫെസ്റ്റിംഗ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഒരുപക്ഷെ നമ്മെ ഒരു കാര്യം പഠിപ്പിക്കാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ വേണ്ടിയായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. തീച്ചുള്ളിലൂടെ കടന്നുപോയ ബാലകന്മാരുടെ അനുഭവം അത് തന്നെയാണ്. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന്, ഇങ്ങനെ തീച്ചുള്ളിയുടെ സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് അവരാരും ഒരിക്കൽ പോലും നനച്ചില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഒരു നിർണയം അവരുടെ മേലുണ്ടായിരുന്നത് കൊണ്ട് അവർ ആ തീച്ചുള്ളിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. പ്രൈസ് ദി ലോർഡ്. തീച്ചുള്ളിയുടെ അനുഭവത്തിലൂടെ അവർ സഞ്ചരിക്കേണ്ടതായിട്ട് വരുന്നു. ഒരുപക്ഷെ ഇന്ന് ഈ പകൽക്കാലം കേൾക്കുന്നവർ ആരെങ്കിലും ഇതുപോലെയൊരു തീച്ചുള്ളിയുടെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, തീച്ചുള്ളിയുടെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ നിരാശപ്പെടേണ്ട. ഇറ്റ് വാസ് വെൽ പ്ലാൻഡ് ആൻഡ് ടൈം by God. ദൈവം പ്ലാൻ ചെയ്തിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. സോ സർവൈവൽ ഈസ് എ മാറ്റർ ഓഫ് ടൈമിംഗ്. വിടുതൽ എന്ന് പറയുന്നത്, ഹല്ലേലൂയ, വിടുതൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമയമാണ് അതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാര്യം. കാനാവിലെ കല്യാണത്തിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ മറിയ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, ഈ വലിയ സിറ്റുവേഷനാണ്, വലിയ ഒരു അപകടകരമായ സാഹചര്യമുണ്ടായി, നമ്മുടെ അതിഥികൾക്ക് കൊടുക്കാനായിട്ട് വീഞ്ഞ് തീർന്നു പോയി. അപ്പോൾ യേശു പറഞ്ഞൊരു വാക്കിതാണ്, സ്ത്രീയെ എനിക്ക് നിനക്ക് തമ്മിൽ എന്ത്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ദ ടൈം ഹാസ് നോട്ട് അറൈവ്ഡ്. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ there will be a matter, there will be a time for surviving, there would be a time for redemption, there would be a time for, praise the Lord, the miraculous event happening in our life. ദൈവത്തിൻ്റെ അത്ഭുതം ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ നടക്കും. സോ ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന്, ഈ അനുഭവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ പാഠം, പ്രൈസ് ദി ലോർഡ്, സർവൈവൽ ഈസ് എ മാറ്റർ ഓഫ് ടൈമിംഗ്.
എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ വിടുതൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമയമാണ് കേട്ടോ. പ്രൈസ് അല്ലോ. രണ്ടാമത്തെ ഒരു കാര്യം ഈ വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മളതിൻ്റെ അധ്യായം മുഴുവൻ നമ്മൾ വായിക്കണം. പലയിടങ്ങളിലും അതിൻ്റെ പരാമർശമാണ്. ഈ ഒരു വിടുതൽ ദാവീദിനൊരു ബലനായ ഗോലിയാത്തിൻ്റെ മുമ്പിൽ വന്ന് പെടുമ്പോൾ ഇറ്റ് ഈസ് എ റിമൈൻഡർ അഗെയിൻ ടു ഡേവിഡ് ടു ട്രസ്റ്റ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ രണ്ടാമത് എൻ്റെ ചിന്ത, നിങ്ങളെ ആ ചിന്തയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ വിടുതൽ എന്ന് പറയുന്നത് ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കാം നമ്മുടെ വിടുതൽ ഉണ്ടാകുന്നത്. സോ സർവൈവൽ ഈസ് എ മാറ്റർ ഓഫ് ട്രസ്റ്റിംഗ്. ഒന്നാമത് ഞാൻ പറഞ്ഞത്, സർവൈവൽ ഈസ് എ മാറ്റർ ഓഫ് ടൈമിംഗ്. നമ്മുടെ മുന്നിലുള്ള സമയമാണ് ദൈവം നോക്കുന്നത്, ദൈവത്തിൻ്റെ സമയമാണ് പ്രാധാന്യം. രണ്ടാമത്, സർവൈവൽ ഈസ് എ മാറ്റർ ഓഫ് ട്രസ്റ്റിംഗ്. ആരെ ട്രസ്റ്റ് ചെയ്യുന്നത്? എൻ്റെ കർത്താവിനെ, ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ വിടുതൽ എന്ന് പറയുന്നത്. ദാവീദിന് പല അവസരത്തിലും ദൈവത്തെ ആശ്രയിക്കേണ്ടതായ സാഹചര്യം താൻ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അവിടെ വായിക്കുമ്പോൾ ശൗലിൻ്റെ പടച്ചട്ടയും ആയുധങ്ങളും എല്ലാം കൊണ്ടുവന്ന് ദാവീദിൻ്റെ മേൽ ഫിറ്റ് ചെയ്യാൻ നോക്കി. ദാവീദിന് അത് കംഫർട്ടബിൾ അല്ലായിരുന്നു. ദാവീദിന് ഒരിക്കലും അതിനോട് ചേർന്ന് പോകാനായിട്ട് കഴിയത്തില്ലായിരുന്നു. ദാവീദ് ഇട്ടുന്ന പരിചയം എന്ന് പറയുന്നത് തനിക്കൊരു കാൽപാദം വരെ മൂടുന്ന ഒരു പരിചയമായി മാറി. സോ ഇറ്റ് വാസ് നോട്ട് സംതിങ് വെരി കംഫർട്ടബിൾ ഫോർ ഡേവിഡ്. എന്നാൽ ദാവീദ് ഒരു കാര്യം ശൗലിനോട് പറയുന്നുണ്ട്. സി, എനിക്ക് ദൈവത്തിലുള്ള ആശ്രയം ഞാൻ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് താൻ 34 വാക്യം വായിക്കുമ്പോൾ, അത് ആ അധ്യായത്തിലെ 34 വാക്യം വായിക്കുമ്പോൾ ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ നാട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അതെൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ച് കൊന്നു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒരു സിംഹമെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു ആനയെ വേണമെങ്കിലും നിലത്തിടാൻ കഴിയുന്ന അത്രമാത്രം ആരോഗ്യവും ശക്തിയുമുള്ള ഒരു മൃഗമാണ്. കണ്ടാൽ വളരെ ചെറിയ ഒരു ആനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു മൃഗമാണെന്ന് തോന്നിയാലും വളരെ കൂർമ്മതയോടെ ശക്തിയോടെ പ്രഹരം കൊടുക്കാൻ കഴിയുന്ന ഒരു മൃഗമാണ് സിംഹം. അതുകൊണ്ട് തന്നെ കാട്ടിലെ രാജാവ് എന്ന് പറയുന്നത്, the attitude that it makes that animal different. അത്രമാത്രം ശൗര്യമുള്ള, അത്രമാത്രം ആരെയും പേടിക്കാത്ത, ആരെയും ഗൗനിക്കാത്തതായ ഒരു മൃഗമാണ് സിംഹം. അപ്പോൾ ദാവീദ് പറയുകയാണ്, ഒരിക്കലും സിംഹത്തെയും കരടിയെയും എന്ത് ചെയ്തു? ഞാൻ കൊന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് എനിക്ക് വലിയ ആരോഗ്യം, എൻ്റെ മസിൽ ഉണ്ടായിട്ടല്ല, ഞാൻ ജിമ്മിൽ പോയിട്ടല്ല, അവിടെയെല്ലാം എന്നെ ശക്തീകരിച്ച ഒരു ദൈവ കൃപയുണ്ട്, ദൈവശക്തിയുണ്ട്. അതിനാൽ തന്നെ എനിക്ക് ഈ മല്ലനായ ഗോലിയാത്തിനെ നേരിടാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. സോ നമ്മുടെ ജീവിതത്തിലെ വിടുതൽ എന്ന് പറയുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ചതിൻ്റെ വിടുതലിൻ്റെ അനുഭവം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി, ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ വീണ്ടും വാടിപ്പോകുന്നത്, വീണ്ടും നിരാശപ്പെടുന്നത്? കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയ്ക്ക് ദൈവം അത്ഭുതകരമായി മറുപടി തന്ന് നമ്മെ അനുഗ്രഹിച്ചെങ്കിൽ, നമ്മെ വിടുവിച്ചുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ആ ദൈവത്തിന് ഇന്നും നമ്മുടെ മേൽ പ്രവർത്തിക്കാൻ ശക്തിയുണ്ട്. സോ ഇറ്റ് ഈസ് ജസ്റ്റ് റിലേ ആൻഡ് ട്രസ്റ്റ് ഓൺ ഗോഡ്. ദൈവത്തിൽ ആശ്രയിക്കുക. അപ്പോൾ ഗോലിയാത്ത് എത്ര വലിയ വാളുകൊണ്ടാണ് വരുന്നതെങ്കിലും, ഗോലിയാത്ത് എത്ര വലിയ ആയുധം കൊണ്ടാണ് വരുന്നതെങ്കിലും, പ്രൈസ് ദി ലോർഡ്, നിന്റെ പടച്ചട്ടയോ നിന്റെ ആയുധങ്ങളോ നിന്റെ വാളോ എനിക്ക് ആവശ്യമില്ല. ഐ ഹാവ് ആൻ എക്സ്പീരിയൻസ് വേർ ഐ ട്രസ്റ്റ് ദ ലോർഡ്. ദൈവത്തിൽ ആശ്രയിച്ചതിൻ്റെ അനുഭവം എനിക്കുണ്ട്. ദൈവം എന്നെ വിടുവിച്ചതിൻ്റെ ഗുണപാഠങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഗ്രഹിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ദൈവം ചെയ്ത ശക്തിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പടയാളികൾ കൊണ്ടുവരുന്നതായ പടച്ചട്ടയ്ക്കോ ഒന്നുമല്ല എന്നെ ഇന്ന് ഗോലിയാത്തിൻ്റെ മുമ്പിൽ എന്നെ നിർത്തുന്നതെന്ന് ദാവീദിന് നന്നായിട്ടറിയാം. പ്രൈസ് ദി ലോർഡ്.
ശൗലിൻ്റെ അടുക്കിലേക്ക് ദാവീദ് വരുമ്പോൾ ശൗല് പറഞ്ഞു, നീ വെറുതെ, അല്ലെങ്കിൽ അവർക്കൊരു തമാശ പോലെയാണ് തോന്നിയത്. തൻ്റെ സഹോദരന്മാരൊക്കെ അവനെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ദാവീദ് പറഞ്ഞു, എനിക്കൊരു അനുഭവമുണ്ട്, ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കും. ദൈവത്തിൽ ആശ്രയിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ചില അസാധാരണമായ അനുഭവങ്ങൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. പടയും പടച്ചട്ടയും വാളും പരിചയമൊക്കെ കൊണ്ടിരുന്നപ്പോഴും ദാവീദിന് ഒരു കാര്യം പറയാം, ഇതിൻ്റെ ശക്തി ഒന്നും ഈ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ മതിയാകത്തില്ല. എൻ്റെ മേൽ പകരപ്പെടുന്ന ഒരു അസാധാരണമായ ദൈവശക്തിയുണ്ട്. അത് പകർന്നു കഴിഞ്ഞാൽ ഈ വാളിനോ ഈ പരിചയ്ക്കോ ഈ യാതൊരു ആയുധങ്ങൾക്കോ അതിൻ്റെ ശക്തിക്ക് ഒന്നും അതിനോട് തുല്യം ചെയ്യാൻ കഴിയത്തില്ല. എൻ്റെ ദൈവത്തിനൊരു ശക്തിയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജോലിയിൽ ഒരു പ്രതിസന്ധി നിങ്ങൾ നേരിടുന്നുണ്ടാകാം, ഭവനത്തിൽ നിങ്ങളൊരു പ്രതിസന്ധി നേരിടുന്നുണ്ടാകാം, നാട്ടിലുള്ള ചില അനുഭവത്തിൽ നിങ്ങൾ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ടാകാം, നിങ്ങൾക്ക് പല പ്രശ്നങ്ങൾ നിങ്ങൾക്കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്ക്. സകലത്തിനും നീക്കുപോക്ക് തരാൻ കഴിവുള്ള ശക്തിയുള്ള ഒരു ദൈവത്തെ ആശ്രയിക്ക്. അവൻ്റെ പക്കൽ ഒരു ശക്തിയുണ്ട്. അവൻ്റെ പക്കൽ ഈ ലോകത്തിൻ്റെ യാതൊരു പാരാമീറ്റേഴ്സും അതിന് തുല്യമാകുകയില്ല. അതിനപ്പുറത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തി ഉള്ളവനാണ് നമ്മുടെ ദൈവം. ദാവീദിനൊരു കാര്യം വ്യക്തമായിട്ട് അറിയാം, ദൈവം എന്നെ സിംഹത്തിൻ്റെ വായിൽ നിന്നും കരടിയുടെ വായിൽ നിന്നും ഒക്കെയും രക്ഷിച്ചത് ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എന്നെ നിന്നെയും കാൽവറി ക്രൂശിൽ വിലയ്ക്ക് വാങ്ങിയ നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. God did not save you from the giant to destroy. നമ്മുടെ ജീവിതത്തിലെ ഒരു മല്ലൻ്റെ ഒരു പ്രതിസന്ധിയുടെ മുന്നിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിക്കുന്നത് നമ്മെ അവൻ്റെ മുമ്പിൽ ഇട്ട് നശിപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയില്ലാത്തതുകൊണ്ടാണ്. ദൈവം നമ്മെ രക്ഷിക്കുന്നത്, ഒരു മല്ലൻ്റെ അനുഭവത്തിൽ നമ്മളെ രക്ഷിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, നമ്മെ തകർക്കാൻ വേണ്ടിയല്ല. ദൈവം നമ്മൾ നിന്നെ ഒരു വർണബിൾ ആക്കിക്കൊണ്ട് നിന്നെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് ഇന്ന് ഒരു ടെസ്റ്റ് ഇട്ടേക്കാം. ഗോലിയാത്തിന് മുമ്പിൽ നീ എങ്ങനെ നിൽക്കുമെന്ന് അറിയാനായിട്ടല്ല ദൈവം ദാവീദിനെ ഗോലിയാത്തിന് മുമ്പിൽ വിട്ടത്. ദാവീദിനൊരു കാര്യം അറിയാം, എനിക്ക് ദൈവത്തിന് എൻ്റെ മേൽ ചില പദ്ധതികളുണ്ട്. അതുകൊണ്ടാണ് ഈ ഗോലിയാത്ത് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ദൈവം ഒരിക്കലും, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ, ദൈവം ഒരിക്കലും ദോഷങ്ങളാൽ നമ്മെ ടെസ്റ്റ് ചെയ്യുന്നില്ല, പരീക്ഷിക്കുന്നില്ല. ഒരു ദോഷം നമ്മുടെ ജീവിതത്തിൽ വരുന്നു എന്ന് തോന്നിയാൽ there is definitely a plan. ദാവീദിനെ ഒന്ന് ഹീറോയിസം കാണിക്കാൻ വേണ്ടി, ദാവീദിനെ ഒന്ന് എല്ലാവരുടെ മുമ്പിൽ നിന്ന് ഷോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ദാവീദ് എത്രത്തോളം കരുത്തനാണെന്ന് തെളിയിക്കാനായിട്ടൊന്നുമല്ല ദൈവം ദാവീദിനെ ഗോലിയാത്തിൻ്റെ മുമ്പിൽ കൊണ്ടിട്ടത്. പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധിയിലേക്ക് ദാവീദിനെ തള്ളിവിട്ടത്, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിനൊരു നേരം പോക്കിനല്ല, ദൈവത്തിനൊരു ടൈം പാസിനല്ല, ദൈവത്തിനൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയല്ല, മറ്റുള്ളവർക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയല്ല. ദൈവം ആ ഗോലിയാത്തിൻ്റെ മുമ്പിൽ ദാവീദിനെ വിട്ടതിൻ്റെ പിന്നിൽ ഒരു പ്ലാനുണ്ട്, ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ എന്നെയും നിന്നെയും ചില പ്രതിസന്ധിയുടെ നടുവിലൂടെ കടത്തുന്നത് ദൈവം നമ്മെ എങ്ങനെ ഇവൻ റെഡിയായോ, ഇവൻ വിസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ കൂടി മാത്രമല്ല, ചില പ്ലാനുകൾ, ചില പദ്ധതികൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിവർത്തിക്കാൻ വേണ്ടിയാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചനകൾ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവം പ്രൈസ് ദി ലോർഡ് വഴിക്ക് വെച്ച് അത് തീരുമാനം മാറ്റുന്ന ദൈവമല്ല. എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിവർത്തിക്കാനായി ദൈവം ശക്തനാണ്. വഴിക്ക് വെച്ച് പ്ലാൻ മാറ്റുന്ന ദൈവത്തിൻ്റെ പദ്ധതിയല്ല. ദൈവം എന്നെയും നിന്നെയും കുറിച്ച് ഒരു കാര്യം നിർണയിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ ദൈവം നമ്മുടെ മുന്നിൽ അവസരം തരിക തന്നെ ചെയ്യും. Praise the Lord. God will not change, praise the course in the middle of the stream. ഈ യാത്രയുടെ ഇടയിൽ വെച്ച് ദൈവത്തിൻ്റെ പ്ലാൻ ദൈവം മാറ്റത്തില്ല. ദാവീദിനെ ഇസ്രായേലിൻ്റെ ഒരു രാജാവാക്കി നിർണയിക്കാനായി അഭിഷേകം ചെയ്യപ്പെട്ടവനായി ദൈവം അവനെ ഉയർത്തി ഒരു അനുഭവം അവൻ്റെ പിന്നിലുണ്ടെങ്കിൽ ദാവീദിനെ വെറുതെയല്ല അഭിഷേകത്താൽ നിറച്ചത്, അവനെ ഒരു രാജാവാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും പ്രതിസന്ധി വന്നതുകൊണ്ട്, ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും ഒരു ഭാരം വന്നതുകൊണ്ട് ദൈവത്തിൻ്റെ നിർണയം, ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ അനുഭവം ദാവീദിൽ നിന്ന് മാറിപ്പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
ദൈവം ഒരിക്കലും നമ്മൾ പരാജയപ്പെടാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗോഡ് ഈസ് നെവർ സോ ഫാസ്റ്റ് ആൻഡ് ഗോഡ് ഈസ് നെവർ വെരി സ്ലോ. ദൈവം അതിൻ്റെ സമയത്തുകൂടി ദൈവം നമ്മെ നടത്തും. ദൈവം ഒരിക്കലും നമ്മൾ പരാജയപ്പെട്ട് കാണാനായിട്ട് ആഗ്രഹിക്കുന്നവനല്ല. ലോകത്തിൽ പലരും നമ്മൾ പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദൈവം ഒരിക്കലും ഞാൻ പരാജയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ ദ സിറ്റുവേഷൻ സീംസ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഫെയിൽ. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിലെ ചില കഷ്ടതകൾ, ചില പ്രതിസന്ധികൾ നോക്കുമ്പോൾ നമ്മൾ പരാജയപ്പെടാൻ പോകുന്നു എന്ന് നമ്മൾ തോന്നിയാലും ദൈവത്തിന് ഒരിക്കലും നമ്മൾ പരാജയപ്പെടാൻ ദൈവം പദ്ധതിയിട്ടിട്ടില്ല. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക, ദൈവത്തിൻ്റെ നടത്തിപ്പിനായി പൂർണ്ണമായി ആശ്രയിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സോ ദ സർവൈവൽ ഈസ് ദി മാറ്റർ ഓഫ് ട്രസ്റ്റിംഗ്. ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നമ്മുടെ വിടുതലിൻ്റെ മാനദണ്ഡം. ഇന്ന് ഈ പകൽക്കാലം എത്ര പേർക്ക് ദൈവത്തെ ആശ്രയിക്കാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. എത്ര കഷ്ടതയോ പ്രയാസങ്ങൾ വന്നോട്ടെ, ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. പലപ്പോഴും നിരാശകളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ ദൈവത്തിലുള്ള ആശ്രയം നമ്മുടെ കുറഞ്ഞു പോകുന്നുണ്ട്, ദൈവത്തിലുള്ള വിശ്വാസം കുറഞ്ഞു പോകുന്നുണ്ട്, നമ്മൾ ദൈവത്തിലുള്ള നമ്മുടെ റിലയൻസ് പലപ്പോഴും കുറഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ ഈ പകൽക്കാലം ഞാൻ വീണ്ടും ശക്തമായി ഓർപ്പിക്കട്ടെ, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക, അവൻ നമ്മെ പുലർത്തുക തന്നെ ചെയ്യും. സോ ദ ഫസ്റ്റ് തിങ്, സർവൈവൽ ഈസ് എ മാറ്റർ ഓഫ് ടൈമിങ്. സെക്കൻഡ്ലി, സർവൈവൽ ഈസ് എ മാറ്റർ ഓഫ് ട്രസ്റ്റിംഗ്. മൂന്നാമത്, നാം അവിടെ കാണുമ്പോൾ വായിച്ച വേദഭാഗത്തിന് ശേഷമുള്ള വേദഭാഗങ്ങൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ 44 വാക്യത്തിൽ ഫെലിസ്ത്യൻ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾ കാട്ടിലെ മൃഗങ്ങൾക്കും നിന്റെ ആകാശത്തിലെ പക്ഷികളും കാട്ടിലെ മൃഗങ്ങൾക്കൊക്കെയും ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവുമായി എൻ്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളിൽ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. David is declaring that I am coming to you in the name of the Almighty God. Praise the Lord. I am coming to you, the Lord of hosts, of the God of armies of Israel, who you have been taunt. ഇവിടെ കാണുന്ന മൂന്നാമത്തെ ഒരു ചിത്രം, ദാവീദ് അവിടെ പിന്നെ വിശ്വാസം എന്ന് മനസ്സിൽ സംഗ്രഹിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. ഇറ്റ് വാസ് എ ടൈം ടു ഡിക്ലെയർ ദ ഫെയ്ത്ത്. സോ മൂന്നാമത് ഞാൻ പറയട്ടെ, സർവൈവൽ ഈസ് എ മാറ്റർ ഓഫ് ടോക്കിംഗ്, നോട്ട് ഓൺലി പ്രൈസ് ദി ലോർഡ് തിങ്കിങ്. പ്രൈസ് ദി ലോർഡ്. So survival is a matter of taking, not only talking. Survival is a matter of taking it. ഞാൻ വരുന്നു. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗോലിയാത്ത് അവിടെ ഒത്തിരി കാര്യങ്ങൾ, നിൻ്റെ ശരീരം ഞാൻ ആകാശത്തിലെ പക്ഷികൾക്കും ഏറ്റവും ഇരയാക്കി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദാവീദ് അതിൻ്റെ കൗണ്ടർ ആർഗ്യുമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. ഹീസ് ട്രൈങ് ടു സേ ഐ ആം കമ്മിങ്. ഈ പുരാതന കാലത്ത് യുദ്ധത്തിൻ്റെ ഒരു പ്രക്രിയയുണ്ട്. യുദ്ധം ചെയ്യുമ്പോൾ ആദ്യം അവർ വെർബലി എന്ത് ചെയ്യും? ദേ വിൽ എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ അവർ ഭയപ്പെടുത്തും. അവർ യുദ്ധത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളത് ഈ രണ്ട് കൂട്ടർക്കും താല്പര്യമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ആദ്യം അവർ ഈ വാക്കുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിൽ നിന്ന് ദൂരത്ത് നിന്ന് അവർ വാക്കുകൾ കൊണ്ട് ഭീഷണികൾ മുഴക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഈ ഭീഷണിക്കകത്ത് ഏതെങ്കിലും ഒരു ടീമിന് അയ്യോ വേണ്ട ഞങ്ങൾക്ക് പറ്റുന്നതല്ല എന്ന് തോന്നി പിൻവാങ്ങിപ്പോയാൽ പരാജയമായി. അപ്പോൾ അതേ ഒരു പ്രക്രിയയാണ് ഇവിടെയും ദാവീദും ഗോലിയാത്ത് പരീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഗോലിയാത്ത് ചെയ്യുന്നത് വെറുതെ എന്തിനാ ഈ വാളൊക്കെ എടുത്ത് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത്? ആദ്യം തൻ്റെ വാ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഭീഷണിപ്പെടുത്തുന്നു, സംസാരിക്കുന്നു. ദാവീദും തനിക്ക് സംസാരിക്കാനൊക്കെ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിലും സംസാരമൊക്കെ അങ്ങ് നിർത്തിയിട്ട് താൻ അങ്ങ് പറയുകയാണ്, ഐ ആം കമ്മിങ്, ഞാൻ അങ്ങ് വരികയാണ്. ഐ ആം ടേക്കിംഗ് ദി വെരി പ്രൈസ് ദി ലോർഡ് ആർമർ ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ഐ ആം ടേക്കിംഗ് ദ ടൈം ടു കം ആൻഡ് അറ്റാക്ക് യു. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് പറയാൻ എളുപ്പമാണ്,
ബട്ട് വി ആർ നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്, ടേക്ക് ആൻ ആക്ഷൻ. ജീവിതത്തിൽ നമ്മൾ പറയും കർത്താവ് എല്ലാം അറിയുന്നുണ്ട്, കർത്താവിൻ്റെ സമയമാകുമ്പോഴെല്ലാം കർത്താവ് ശരിയാക്കി തരും, കർത്താവെല്ലാം ചന്തോചിതമായിട്ട് ചെയ്യും, ഞാൻ കർത്താവിലങ്ങ് ആശ്രയിക്കുന്നു, കർത്താവിലങ്ങ് വിശ്വസിക്കുന്നു. ഇത് പറയാൻ തുടങ്ങിയിട്ട് ചിലപ്പോൾ നാളുകളായിട്ടുണ്ടാകാം. എന്നാൽ ഈ വിശ്വസിക്കുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു 5 ഇഞ്ചെങ്കിലും നമുക്ക് മുന്നോട്ട് നമ്മുടെ ചുവട് വെക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ വിടുതൽ താമസിക്കുന്ന എവിടെയാണെന്നറിയാമോ? വി ആർ ജസ്റ്റ് സിംപ്ലി ടോക്കിംഗ് ആൻഡ് ടോക്കിംഗ് ആൻഡ് ടോക്കിംഗ്. നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാനേ നമ്മൾ കഴിയുന്നുള്ളൂ. വി ആർ നോട്ട് ഏബിൾ ടു ടേക്ക് എ സ്റ്റെപ്പ്. സോ സ്റ്റോപ്പ് ടോക്കിംഗ് ആൻഡ് സ്റ്റാർട്ട് ടേക്കിംഗ്. പ്രൈസ് ദി ലോർഡ്. സ്റ്റോപ്പ് ടോക്കിംഗ് ആൻഡ് സ്റ്റാർട്ട് ടേക്കിംഗ്. നമ്മൾ ഇനിയും വിശ്വാസം പറയുന്ന സമയം കഴിഞ്ഞു, വിശ്വാസം കാണിക്കേണ്ട സമയത്തേക്ക് എത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പറയാൻ എളുപ്പമാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം പ്രസംഗിക്കാൻ എളുപ്പമാണ്, വിശ്വാസം നമുക്ക് ചിന്തിക്കാൻ എളുപ്പമാണ്, നമുക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. എന്നാൽ വിശ്വാസം ഒന്ന് പരീക്ഷിക്കാനായിട്ടാണ് നമുക്ക് ഭയം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറണമെങ്കിൽ സ്റ്റോപ്പ് ടോക്കിംഗ് ആൻഡ് സ്റ്റാർട്ട് ടേക്കിംഗ്. അതിനെ ഏറ്റെടുക്ക്, മുൻപോട്ട് ഇറങ്ങ്. പ്രൈസ് ദി ലോർഡ്. മുൻപോട്ട് വാ, ഒരു ചുവട് വെക്ക്. പ്രൈസ് ദി ലോർഡ്. മേക്ക് ആൻ അപ്രോച്ച്. അങ്ങോട്ടൊന്ന് അടുത്ത് വാ. ദൈവത്തിൻ്റെ വിടുതൽ നമുക്ക് കാണാൻ കഴിയും. മോശയോടും ഹല്ലേലൂയ മരുഭൂമിയിൽ വെച്ച് ഫറവോനും സൈനികരും ഹല്ലേലൂയ പിന്നാലെ വന്ന് ചെങ്കടലിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ദൈവം മോശയോട് പറഞ്ഞതും അത് തന്നെയാണ്. ധൈര്യമായിട്ടിരിക്കുക, ധൈര്യമായിട്ടിരിക്കുക, മുന്നോട്ട് പോകുക. മേക്ക് എ സ്റ്റെപ്പ്. മുന്നോട്ട് നീ പോകുക. ഗോഡ് വിൽ ഗൈഡ് യു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പരിവൃത്ത സാഹചര്യത്തിൽ നമ്മൾ അറച്ചു നിൽക്കുകയാണ്. കർത്താവെ എങ്ങനെ മുന്നോട്ട് നീങ്ങും, എങ്ങനെ മുന്നോട്ടൊരു ചുവട് വെക്കും? എന്നാൽ ഇന്ന് പകൽക്കാലം ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവിൽ ശക്തമായി പറയുകയാണ്, നിങ്ങൾ ദൈവനാമത്തിൽ ഒരു ചുവട് വെക്ക്. മേക്ക് എ സ്റ്റെപ്പ്. സ്റ്റാർട്ട് ടേക്കിംഗ് സംതിങ്. ഗോഡ് വിൽ എൻഷുർ യുവർ പാത്ത്. ഹല്ലേലൂയ. നമ്മുടെ മുന്നോട്ടുള്ള ഗതികളെ, വഴികളെ ദൈവം സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ദാവീദിന് അറിയത്തില്ല, ആകെ ആ തോട്ടിൻകരയിൽ നിന്ന് മിനുസമുള്ള 5 കല്ലുകൾ താൻ മാത്രം എടുത്തു. ദാവീദിൻ്റെ നേരെ വരുന്ന ഗോലിയാത്ത് വലിയ ചട്ടകളും വലിയ ആയുധങ്ങളും പരിചയമൊക്കെ പിടിച്ച് ഹല്ലേലൂയ നിൽക്കുമ്പോൾ ദാവീദ് ഒരു വളരെ ഓപ്പൺഡായിട്ട്, വൾനറബിളായിട്ട്, ഹല്ലേലൂയ യാതൊരു പരിചയമില്ലാതെ ഒരു കവണയിൽ ഒരു കല്ല് മാത്രമായിട്ട് ദാവീദ് ഗോലിയാത്തിൻ്റെ അടുക്കലേക്ക് അടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് വിശ്വാസത്തിൻ്റെ നടപ്പ്, അല്ലെങ്കിൽ ദ ടൈം ഓഫ് ടേക്കിംഗ് സംതിങ് ഇൻ ടു ഫെയ്ത്ത്. നമ്മുടെ ജീവിതം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. ബിലീവ് ദാറ്റ് ഹീ ക്യാൻ ഡു എവറിത്തിങ് ദാറ്റ് ഹി ഹാസ് ഡൺ എവർ. എന്നും നമുക്ക് വേണ്ടി ചെയ്യുന്ന ആ ദൈവത്തിന് ഇന്നും എൻ്റെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് കഴിയും. എത്ര പേർക്ക് ഇന്ന് ഈ പകൽക്കാലം തങ്ങളെ തന്നെ സമർപ്പിക്കാനായിട്ട് കഴിയും? സോ സർവൈവൽ ഈസ് എ മാറ്റർ ഓഫ് ടേക്കിംഗ്, നോട്ട് ഓൺലി ടോക്കിംഗ്. നമ്മൾ പറയുന്ന വിശ്വാസം അല്ല, പറയുന്ന വിശ്വാസത്തിൻ്റെ അനുഭവത്തിന് അപ്പുറത്തേക്ക് ചെയ്യുന്ന വിശ്വാസത്തിലേക്ക് ചെല്ലുക, ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലേക്ക് എത്തുക. പറയുന്ന ഒരു തലം മാറിയിട്ട് ചെയ്യുന്ന ഒരു തലത്തിലേക്ക് നാം ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായ വിടുതൽ ഒരുക്കി തരും. ഇനി പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. സർവൈവിങ് എ ജൈൻറ്റ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിടുതൽ പ്രാപിക്കേണ്ടതായ നിങ്ങളുടെ മുന്നിലെ മല്ലൻ, അതെന്തു തന്നെ ആയിക്കൊള്ളട്ടെ, യു ക്യാൻ ജസ്റ്റ് റീപ്ലേസ് ദ ജൈൻറ്റ് വിത്ത് യുവർ ഓൺ സിറ്റുവേഷൻസ്. ദാവീദിന് ആ ഗോലിയാത്തായിരുന്നെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഗോലിയാത്ത് എന്താണെന്ന് തിരിച്ചറിയുക. ഇന്ന് പകൽക്കാലം ആ ഗോലിയാത്തിൻ്റെ മുമ്പിൽ നിന്ന് നമുക്കൊരു വിടുതൽ വേണമെങ്കിൽ, നിന്നെ അലട്ടുന്ന, നിന്നെ നിരാശപ്പെടുത്തുന്ന, പ്രതിസന്ധിയിലേക്ക് കൊണ്ടിട്ടിരിക്കുന്ന ജീവിതത്തിൽ ഒത്തിരി നിരാശകൾ കൊണ്ടിട്ടിരിക്കുന്ന എനിത്തിങ് ദാറ്റ് യു കൺസിഡർ ഇറ്റ് ആസ് എ ജൈൻറ്റ്, എൻ്റെ മുമ്പിലുള്ള വലിയൊരു മല്ലനാണ് എന്ന് തോന്നുന്ന ഏത് ജീവിത സാഹചര്യത്തെയും, അതിൻ്റെ മുമ്പിൽ ഒരു കാര്യം ഓർക്കുക, എൻ്റെ വിടുതൽ ദൈവത്തിൻ്റെ മുന്നിൽ ഒരു സമയമുണ്ട്. എൻ്റെ വിടുതൽ എനിക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു നിമിഷമാണ്. എൻ്റെ വിടുതൽ ഞാൻ ദൈവത്തിന് മുമ്പാകെ വിശ്വാസത്തോടെ എടുക്കുന്ന എൻ്റെ ഒരു ചുവടുവെപ്പാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം ലെറ്റ് സ്റ്റാർട്ട്. പ്രൈസ് ദി ലോർഡ്. തിങ്ക് അബൌട്ട് ദി ടൈം. ലെറ്റ് ജസ്റ്റ് ട്രസ്റ്റ് ഓൺ ദി ലോർഡ്
ആൻഡ് ടേക്ക് സംതിങ് ഗോഡ് ലീഡ്സ് ടു അസ്. ആ ജീവിതാനുഭവം എത്ര പേർക്ക് ഇന്ന് ഈ പകൽക്കാലം പ്രാപിക്കാനായിട്ട് താല്പര്യമുണ്ട്? നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിൽ ഏകാഗ്രമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് ഈ ഹല്ലേലൂയ ഈ പകൽക്കാലം, ഈ പ്രഭാതം മുതൽ ഈ സമയം വരെയും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് ഇടയായി തീർന്നല്ലോ. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.